ചാലക്കുടി പോട്ട ബാങ്ക് കവർച്ചാ കേസിലെ പ്രതി റിജോ ആന്റണിയുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തി. ബാങ്ക് ശാഖയിലും അന്നനാട് സ്വദേശിയുടെ വീട്ടിലും എത്തിച്ചായിരുന്നു തെളിവെടുപ്പിന് ശേഷം പ്രതിയെ പോലീസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇപ്പോൾ തിയോഫിൻ വിശദാംശങ്ങളുമായി ചേരുകയാണ്. തിയോഫിൻ, തെളിവെടുപ്പ് പൂർത്തിയായോ? എപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കുക പ്രതിയെ? ശരത്, പ്രതിയുമായുള്ള തെളിവെടുപ്പ്, റിജോ ആന്റണിയുമായുള്ള തെളിവെടുപ്പ് പോലീസ് പൂർത്തിയാക്കിയിരിക്കുന്നു. അവസാനം കവർച്ച നടത്തിയ ബാങ്കിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. അതിനുശേഷം പ്രതിയെ ചാലക്കുടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ചാലക്കുടി പോലീസ് സ്റ്റേഷന് മുന്നിലാണുള്ളത്. ഇവിടെ പോലീസ് സ്റ്റേഷനകത്ത് ഇപ്പോൾ പ്രതിയുണ്ട്. ഇന്നലെ രാത്രിയും പ്രതി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടി പ്രതിയുടെ വീട്ടിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതിൽ പ്രതി കവർച്ച ചെയ്ത 15 ലക്ഷത്തിൽ നിന്ന് 12 ലക്ഷം രൂപ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. അതോടൊപ്പം തന്നെ ഈ കവർച്ച നടത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ച ബാങ്ക് ജീവനക്കാരെ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി, ഇയാൾ ആ സമയത്ത് ധരിച്ചിരുന്ന ഡ്രസ്സ് തുടങ്ങിയവ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. രാവിലെ 11 മണിയോടുകൂടി തെളിവെടുപ്പിനായി പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയി. കഴിഞ്ഞ ദിവസം ഈ പ്രതി കവർച്ച ചെയ്ത 15 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷത്തോളം രൂപ, 2,92,000 രൂപയോളം കടം വീട്ടുന്നതിനെ പ്രതി ഉപയോഗിച്ചിരുന്നു. ഒരു അന്നനാട് സ്വദേശിയായ ഒരാളിൽ നിന്ന് കടം വാങ്ങിയ പണമാണ് പ്രതി തിരിച്ചു നൽകിയത്. ഇയാൾ റിജോ ആന്റണി അറസ്റ്റിലായത് അറിഞ്ഞ ഉടനെ തന്നെ ഇദ്ദേഹം ഇന്നലെ വൈകിട്ട് രാത്രിയോടുകൂടി ഈ പണം ചാലക്കുടി DYSP ഓഫീസിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ സ്വാഭാവികമായ ഒരു നടപടിക്രമം എന്ന രീതിയിൽ ഇയാളുടെ കയ്യിൽ നിന്നും പണം വാങ്ങാൻ പോലീസിന് നിർവാഹമില്ല. കാരണം കവർച്ച മുതലാണ്. ആ കവർച്ച മുതൽ റിക്കവർ ചെയ്യുക എന്ന നടപടിയുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ അന്നനാട് സ്വദേശിയുടെ വീട്ടിലേക്കാണ് ആദ്യം പ്രതിയുമായി പോലീസ് പോയത്. അവിടെ നിന്ന് ഈ പണം, അതായത് കവർച്ച മുതലിൽ നിന്നും കടം വീട്ടാനായി ഉപയോഗിച്ച പണം അത് റിക്കവർ ചെയ്തു. ആ 3 ലക്ഷത്തോളം വരുന്ന രൂപ, 292, അത് റിക്കവർ ചെയ്തു. 12 ലക്ഷം രൂപ പ്രതിയുടെ വീട്ടിൽ നിന്നും ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി കണ്ടെടുക്കാൻ സാധിച്ചിരുന്നു. അതോടൊപ്പം ഈ കവർച്ച സമയത്ത് ധരിച്ചിരുന്ന, അതായത് ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി തുടങ്ങിയവയും കണ്ടെടുത്തു. അങ്ങനെ ആ തെളിവെടുപ്പ് പൂർത്തിയായി. ഈ അന്നനാട് സ്വദേശിയുടെ വീട്ടിലെത്തി ഈ പണം കൂടി റിക്കവർ ചെയ്തതിന് ശേഷമാണ് ബാങ്കിലേക്ക് തെളിവെടുപ്പിനായി പ്രതിയെ കൊണ്ടുവന്നത്. തുടർന്ന് ബാങ്കിൽ എത്തിച്ച പ്രതിയുമായി ബാങ്കിൽ ഉദ്യോഗസ്ഥർ തെളിവെടുപ്പ് നടത്തി. നേരത്തെ കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രതി ബാങ്കിലെത്തിയിരുന്നു. തൻ്റെ ATM കാർഡ് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞ് ബാങ്കിലെ സംവിധാനങ്ങളെല്ലാം നിരീക്ഷിച്ചിരുന്നു. നേരത്തെ തന്നെ ബാങ്കിൽ സ്ഥിരമായി സുരക്ഷാ ഉദ്യോഗസ്ഥനില്ല എന്ന കാര്യം പ്രതി നിരീക്ഷിച്ച് മനസ്സിലാക്കിയിരുന്നു. അതിനുശേഷമാണ് ബാങ്കിനുള്ളിലുള്ള സംവിധാനം എങ്ങനെയെന്ന് മനസ്സിലാക്കാനാണ് ATM കാർഡ് കംപ്ലൈൻ്റ് ആണെന്ന പേരിലെത്തിയത്. ഈ കവർച്ച നടത്തിയ ബാങ്കിലല്ല പ്രതിയുടെ അക്കൗണ്ട്, ചാലക്കുടിയിലെ പ്രധാന ബ്രാഞ്ചിലാണ്. പക്ഷേ തൻ്റെ ATM കാർഡ് തകരാറിലാണെന്ന് പറഞ്ഞ് പ്രതി എത്തിയത് ഈ പറഞ്ഞ സാഹചര്യം നിരീക്ഷിക്കാൻ വേണ്ടിയാണ് ചൊവ്വാഴ്ച അങ്ങനെ എത്തിയത്. ചൊവ്വാഴ്ച നിരീക്ഷണം നടത്തി സൗകര്യം ഒത്തുകിട്ടിയാൽ ചൊവ്വാഴ്ച തന്നെ കവർച്ച നടത്താനുള്ള ഒരു ഉദ്ദേശവും പ്രതിക്കുണ്ടായിരുന്നു. പക്ഷേ അന്ന് ബാങ്കിന് പുറത്ത് ഒരു പോലീസ് ജീപ്പ് കണ്ടതിനെ തുടർന്ന് പ്രതി ആ ഉദ്യമം നടപ്പാക്കിയില്ല. ഈ ബാങ്ക് നിരീക്ഷണം നടത്തി ബാങ്കിലെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി, വാതിലുകൾ എവിടെ, മുറികൾ എവിടെ, എവിടെയാണ് ആളുകൾ ഇരിക്കുന്നത്, പണം ഉണ്ടാകുന്നത് എവിടെയായിരിക്കും, ക്യാഷ് കൗണ്ടർ എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. ഈ കാര്യങ്ങളെല്ലാം ഇന്ന് പോലീസിനോട് പ്രതി ഇന്ന് വിശദീകരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് വെള്ളിയാഴ്ച പ്രതി കൃത്യം നടപ്പിലാക്കിയത്. ശരത്, ശരി. തിയോഫിനാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്.